ഹായ് ഹലോ സുഖമല്ലേ? ഇന്ന് എളുപ്പത്തിലൊരു കറി ഉണ്ടാക്കാം. ടേസ്റ്റ് ആണെങ്കിലോ പറയണ്ടേനും. തറവാട്ട് പുളിയാട്ടോ ഉണ്ടാക്കണേ. ചട്ടിയിലിട്ട് കൊടുത്ത കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും ചുവന്നമുളകും ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറിയ ഉള്ളി അരിഞ്ഞതും കറിവേപ്പിലയും ചേർക്കാം. നന്നായി ഇളക്കി മൂപ്പിച്ചെടുക്കുക. 2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 നെല്ലിക്ക വലിപ്പത്തിൽ പുളിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ആ പുളി പിഴിഞ്ഞൊഴിച്ച വെള്ളം ചേർത്ത് കൊടുക്കുക. പുളിപ്പ് ബാലൻസ് ചെയ്യാൻ അതിലേക്ക് വേണ്ട വെള്ളം ഒഴിച്ചെടുക്കുക. 1 കപ്പ് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. പുളി വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ പുളിയും ഉപ്പും ഒക്കെ ബാലൻസ് ആയിട്ടില്ലേ, ടേസ്റ്റ് ഇല്ലേ എന്നൊക്കെ നോക്കുക. ചോറിലൊഴിച്ച് കഴിക്കുമ്പോൾ പുളി കുറച്ച് മുന്നിക്ക് നിൽക്കണം കേട്ടോ, എന്നാൽ ചറുമ്പുളി ആവാനും പാടില്ല. ഈ കറി ഇഷ്ടമായോ? ഞാൻ മൺചട്ടി എങ്ങനെ മയക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അറിയാത്തവർ കണ്ടു നോക്കൂ. കഴുകിയെടുത്ത പുതിയ ചട്ടിയിലേക്ക് നിറയെ കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. നിറച്ചൊഴിക്കരുത് കേട്ടോ, കുറച്ച് താഴ്ന്നു നിന്നിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തിളച്ച് തൂവും. പെട്ടെന്ന് റെഡിയായി കിട്ടാൻ നമ്മൾ അരി വാർത്തുടനെ ആ കഞ്ഞിവെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ, ഒന്ന് പെട്ടെന്ന് തിളച്ചിട്ടിക്കോളും. നല്ല കൊഴുപ്പ് വേണമെന്നൊന്നുമില്ല കേട്ടോ, തെളിയായാലും മതി. തിളച്ച് കഴിഞ്ഞാൽ സിമ്മിലിട്ട് കുറച്ച് നേരം അതിലിങ്ങനെ ഇരുന്നോട്ടെ കേട്ടോ. കഞ്ഞിവെള്ളം തിളച്ച് പതഞ്ഞ് പൊന്തുണ്ട്. പെട്ടെന്ന് തീ ഓഫാക്കണം കേട്ടോ. ഇനി ഒരു ദിവസം മുഴുവനും ആ കഞ്ഞിവെള്ളം അതിൽ തന്നെ ഇരുന്നോട്ടെ, അതങ്ങനെ തണുത്ത് വരട്ടെ കേട്ടോ. പിന്നെ ഒരു ദിവസം കൂടി കഞ്ഞിവെള്ളം കലത്തിൽ തന്നെ വെച്ചോളൂ കേട്ടോ. പിറ്റേന്ന് കഞ്ഞിവെള്ളം എടുത്തിട്ട് ഒന്നും കൂടി തിളപ്പിച്ചോളൂ, നല്ലോണം മയങ്ങി കിട്ടിക്കോട്ടെ. ഇനി നന്നായി പുളിച്ച ഈ കഞ്ഞിവെള്ളം പുറത്തേക്ക് കളയണ്ട കേട്ടോ. വല്ല ചെടിയിൽ പുഴുക്കേടോ അല്ലെങ്കിൽ വല്ല മുന്നേടെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിച്ചു കൊടുത്തോളൂ. കഞ്ഞിവെള്ളം ഒഴിച്ച ചട്ടി ആ കഞ്ഞിവെള്ളം കളഞ്ഞിട്ട് നന്നായി കഴുകിയെടുക്കുക കേട്ടോ. ഇനി അത് ഉണങ്ങിയതിന് ശേഷം നന്നായി വെളിച്ചെണ്ണ എല്ലാ ഭാഗത്തും എത്തണ വിധത്തിൽ നന്നായി പുരട്ടി കൊടുത്തിട്ട് ഒരു ദിവസം വയ്ക്കുക. പിന്നെ ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ച്, ഇരുമ്പിൻ്റെ സ്ക്രബ്ബറൊന്നും എടുക്കരുത് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിച്ച് ചട്ടി നന്നായി കഴുകി നമുക്ക് ഉപയോഗിച്ച് തുടങ്ങാം. ഈ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവാറുണ്ടോ? കമൻസിൽ പറയൂ. താങ്ക് യു. ബൈ.